കോൺഗ്രസിനെ അത്രയേറെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാർ ബി.ജെ.പിയിലേക്ക് ചാടിയത് അവർക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അത്തരമൊരു ഞെട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി.ജെ.പിയിലേക്ക് എന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി നേതൃത്വവുമായി കമൽനാഥ് ചർച്ചകൾ ആരംഭിച്ചെന്നും കമൽനാഥിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചതായും കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കമൽനാഥിനെ വലിയ രീതിയിൽ തന്നെ തളർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി കമൽനാഥിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇനി സംസ്ഥാനത്തൊരു തിരിച്ചുവരവ് ഇല്ലെന്ന വിലയിരുത്തൽ കമൽനാഥിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. ബി.ജെ.പിയിൽ എത്തിയാൽ സംസ്ഥാനത്തെ ഒഴിവ് വരുന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ 1 കമൽനാഥിന് നൽകിയേക്കുമെന്നാണ് വിവരം. മാത്രമല്ല, മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും മന്ത്രിപദവും ബി.ജെ.പി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ചിന്ദ്വാര സീറ്റിൽ നിന്നും നകുലിനെ മത്സരിപ്പിക്കണമെന്നാണ് ബി.ജെ.പിയുടെ വാഗ്ദാനം. 1980 മുതൽ 2019 വരെ 9 തവണ കമൽനാഥ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചിന്ദ്വാര. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദ എന്നിവരുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസ് വിട്ടുവരാൻ തയ്യാറായ നേതാക്കളെ കുറിച്ച് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. മധ്യപ്രദേശിൽ 5 രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവുള്ളത്. ഇതിൽ 4-ൽ ബി.ജെ.പിക്കും 1-ൽ കോൺഗ്രസിനുമാണ് വിജയസാധ്യത. തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കമൽനാഥ് സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. എന്നാൽ കമൽനാഥിന് സീറ്റ് നൽകാൻ സോണിയയ്ക്ക് താല്പര്യമില്ലെന്നാണ് വിവരം. ഇതാണ് കമൽനാഥിനെ ചൊടിപ്പിച്ചതും. മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കമൽനാഥ് സംസ്ഥാനത്തെ കോൺഗ്രസ് എം.എൽ.എമാരെ അത്താഴത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം കമൽനാഥിനെ കൂടാതെ രാജ്യസഭാ എം.പി വിവേക് തൻഖയും ബി.ജെ.പിയിൽ ചേർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഗാന്ധി കുടുംബവുമായി ഏറെ ബന്ധമുള്ള കമൽനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബി.ജെ.പിയിലേക്ക് കളം മാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. അതേസമയം കമൽനാഥിനെ ബി.ജെ.പി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതികരണവും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കമൽനാഥുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു സിന്ധ്യ നേരത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബി.ജെ.പിയിലെത്തിയത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് എം.പി.സി.സി അധ്യക്ഷൻ ജിത്തു പട്വാരി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 29 സീറ്റുകളിൽ 15-ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. ലോക്സഭയിലേക്കുള്ള 29 സീറ്റുകളിലും വിജയിക്കുമെന്ന ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവകാശവാദങ്ങൾ സഫലമാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230 അംഗസഭയിൽ 163 സീറ്റുകൾ നേടിയ ബി.ജെ.പിക്ക് 48.62% വോട്ട് വിഹിതമായിരുന്നു ലഭിച്ചത്. 40.45% വോട്ടോടെ 66 സീറ്റുകളായിരുന്നു കോൺഗ്രസ് നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ സംസ്ഥാന ഘടകം അധ്യക്ഷൻ കമൽനാഥിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ചിന്ദ്വാര സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാനായത്. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ഇവിടെ വിജയിച്ചപ്പോൾ ബാക്കിയുള്ള 28 സീറ്റുകളും ബി.ജെ.പി നേടിയിരുന്നു.